കഴിഞ്ഞ മാസമാണ് കോൺഗ്രസിലെ 3 നേതാക്കൾക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം ശ്രീ രാമതീർത്ഥ ട്രസ്റ്റ് കൈമാറിയത്. 1 മാസത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ ക്ഷണം നിരസിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികൊട്ടലാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ രാമനെ ആരാധിക്കുന്നുണ്ടെന്നും മതം വ്യക്തിപരമായ വിഷയമാണെന്നും കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം ദീർഘകാലമായി BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിലെ നേട്ടം ലക്ഷ്യമിട്ടാണ് പണി പൂർത്തിയാകാത്ത അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എങ്കിലും 2019 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് രാമജന്മഭൂമി കേസിൽ പുറപ്പെടുവിച്ച വിധി അംഗീകരിക്കുന്നുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. രാമഭക്തരുടെ വികാരം തങ്ങൾ മാനിക്കുന്നുവെന്നും കോൺഗ്രസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് പാർട്ടിയുടെ കേരള, ബംഗാൾ ഘടകങ്ങൾ ദേശീയ നേതൃത്വത്തിനു മുന്നിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ സമ്മർദ്ദത്തിന് പുറമെ ഗാന്ധി കുടുംബത്തിലെ ചിലരുടെ ശക്തമായ നിലപാട് കാരണമാണ് കോൺഗ്രസ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതെന്നാണ് സൂചന. അതേസമയം പാർട്ടിയുടെ ഈ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്ക കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.